ഇന്നും റോയിച്ചൻ പുറത്തുണ്ടോ? ഇല്ല. ഓ, ആശ്വാസം. എന്താ ദേവേട്ടാ? അല്ല, ഈ പ്രഷറിന്റെ പ്രോബ്ലം ഉണ്ടേ, അതുകൊണ്ടാ. പിന്നെ പാറുവിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ദേവേട്ടനോട് പറഞ്ഞാ മതിയേ. ഇവിടെ വേറെ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാനാ? അതെന്താ പാറു അങ്ങനെ പറഞ്ഞ? അങ്ങനല്ല, ദേവേട്ടനല്ലേ ഇവിടെ ഉള്ളേന്ന് പറയായിരുന്നു. അങ്ങനെ. പിന്നെ പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ഒന്നും വിഷമിക്കണ്ട, എളുപ്പമാ കേട്ടോ. താങ്ക്സ് ദേവേട്ടാ. പിന്നെ ദേവേട്ടനോട് പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ട്, ദേവേട്ടന് പിണക്കം ഉണ്ട്. എന്തിനാ നമ്മൾ തമ്മിലുള്ളത് പോയി റോയിയോട് പറയുന്നത്? ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ലേ? അയ്യോ സോറി ദേവേട്ടാ, ഞാനത് പുറത്ത് പറയേണ്ട കാര്യാന്ന് വിചാരിച്ച് പറഞ്ഞു പോയതല്ലേ, ഇനി ആവർത്തിക്കില്ല. സാരമില്ല, കൊച്ചു പ്രായമല്ലേ, ഇതൊക്കെ ആളുകളോട് പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ ഒരു രസമാ, എനിക്കറിയാം. അതല്ല ദേവേട്ടാ, നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. എല്ലാം വേഗം മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാലോ. അതെല്ലാം ദേവേട്ടൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ സംശയങ്ങളുണ്ടാവും, എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങ് പോകണം കേട്ടോ പാറുക്കുട്ടാ. ശരി. പണമുള്ളവന്റെയും അത് വെച്ച് അഹങ്കാരം കാണിക്കുന്നവന്റെയും വായ്പാ പദ്ധതിയാണ് ക്രെഡിറ്റ് കാർഡ്സ്. തുടക്കം കലക്കി ദേവേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെയാണോ? എന്തുവാടാ കോഫി ഷോപ്പിന് മൊത്തത്തില് മാറ്റം ഉണ്ടല്ലോ? എല്ലാം എന്റെ പ്ലാനിങ് സന്നിച്ചേ. അതിന്റെ ഒരു കുറവേ ഉള്ളു, ബാക്കിയെല്ലാം ഓക്കെ തന്നെ. എടാ, നിന്നെ ഇടിച്ച് കോവിലാക്കിയമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണ്? അതുടനെ അറേഞ്ച് ചെയ്യാം. എടാ, ഉടനെ ഒന്നും പറഞ്ഞാലൊന്നും പറ്റത്തില്ല. അവിടെ റബ്ബർ വെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോച്ചനെ പിള്ളേർ കിടന്ന് വിളിയോട് വിളി. അത് എത്ര വിട്ടാണെന്ന് വെച്ചാൽ വിളിച്ചോട്ടെ. ഇപ്പൊ അറിയാണ്ടെങ്ങാനും ഇച്ചാന്റെ വായന്ന് തോറ്റ വീണ് റോയിച്ചൻ എങ്ങാനും അറിഞ്ഞാ പിന്നെ തീർന്നു. ഓ, ഒന്നുമില്ലടാ മക്കളെ, നീ വേണ്ടാന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഞാൻ റോയെ കൊണ്ട് തന്നെ അമ്മമാർക്കിട്ട് രണ്ടെണ്ണം കൊടുപ്പിച്ചേനെ. അയ്യോ സന്നിച്ചായ, ഈ പൊട്ടീര് പിടി എന്നൊക്കെ പറയുന്ന കേട്ടാ തന്നെ റോയിച്ചന് സംശയാവും. ഒന്ന് നിർത്ത്. എന്നാ പിന്നെ മൗന നോമ്പ്. ആ സണ്ണിച്ചായ, രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരി, പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മുങ്ങാനായിരിക്കും. അയ്യേ എന്താ ഇങ്ങനെയൊക്കെ പറയാ? എടാ, നീ ഇവിടെ ഒരു കുഞ്ഞിച്ചായം കളിച്ച് നടക്കുകയാണല്ലേ? അങ്ങനെ ഒന്നുമില്ല, ചെറുതായിട്ട്. എടാ, വിഷയം എന്താണെന്നറിയാമോ? നീ തനി കൊച്ചിക്കാരനായടാ മോനെ റോയി. എന്താ എങ്ങനെ പറഞ്ഞത്? അവന്റെ ഉടുപ്പിന്റെ ഒരു കോലവും കോഫി ഷോപ്പിന്റെ ഡിസൈനും അവന്റെ ഒരു സംസാരവും. ഇതാണ് റോയ് സാറ് പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് എന്ന കുരിശി. കുരിശോ? എടാ, ഈ കുരിശ് ഏണിയാന്ന് നീ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോടാ? സണ്ണിച്ചായ വിട്ടേര്, പാവോ. സണ്ണിച്ചായ വിട്ടേര്, ശരിക്കും പിടിച്ച് തിരുമിട്ട് വിട്ടേര് വിട്ടേര് പാവം. എന്താടാ അവന്റെ പേര്? സുനില്. കുനിലേ? സുനില്. എടേ, തിരുവനന്തപുരത്ത് ഞാൻ പിടിച്ച ചെവി പിന്നെ ഒരു മനുഷ്യൻ പിടിക്കാൻ കാണൂല കേട്ടാ. അതെന്താ ചെവിതീറ്റക്കാരനാണോ? അതുകൊണ്ടല്ലേ, പിന്നെ ആർക്കും പിടിക്കാൻ വേണ്ടി ആ ചെവി എവിടെ ഞാൻ വെച്ചേക്കൂലേ കേട്ടാ. നീ ആയതുകൊണ്ട് വെറുതെ വിട്ടെന്നേ ഉള്ളൂ. അതെന്താ? എടാ, ഉപയോഗം ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളു. എന്തെടുക്കണ? എനിക്കിത് വേണം. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവന്റെ വെളിവാകെ പോയിരിക്ക. എപ്പോ? എന്താ പറ്റിയ സുനിലെ? ഒന്ന് ചുമ്മാ ഇരിടാ. അല്ലിച്ചായ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്ന സാറാ പോയല്ലോ. അപ്പോ ഇവനാണ് ഇവിടെ ഒറ്റ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എടാ, അവള് നമ്മുടെ കൊച്ചല്ലായിരുന്നടേ. അവക്ക് എന്തെന്റെ കുറവായിരുന്നു ഒളിച്ചോടി പോവാൻ വേണ്ടി. എടേ, എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നല്ലടേ. ഇറക്കപ്പെട്ടവള്. ആരും വേണ്ടിച്ചായ, ദേ ഇവൻ ഒറ്റടുത്ത് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ. കണ്ടോ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കും റോയിച്ചൻ. എടാ റോയ് മോനെ, എടാ നമ്മുടെ തറവാട്ടിലെ ഏറ്റവും ഇളയവൻ തന്നല്ലേ അവൻ. അവൻ കുറച്ചാളൂടെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കട്ടെടേ. സണ്ണിച്ചായനല്ലേലും ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഇച്ചായൻ തന്നെ പറ, ഇവൻ ഒറ്റടുത്തിനെ കൊണ്ട് ഞാൻ ഈ കോഫി ഷോപ്പ് എങ്ങനെ നടത്തിക്കൊണ്ടു? എടാ റോയ് മോനെ, നീ ഇത്ര വിഷമിക്കുക, എന്തിനാണ് കേസ്? എടാ, ഇതിന്റെ പണിയുടെ പേരെന്തിനാണ്? ഹോട്ടൽ മാനേജ്മെന്റ്. എടാ, എന്നാ പിന്നെ ഇത് പഠിച്ച പിള്ളേരെ ഇന്റർവ്യൂ തരേ. പക്ഷെ പെൺകുട്ടികളെ എടുത്താലേ അവര് കോഫി ഷോപ്പ് നന്നായിട്ട് നോക്കി നടത്തുള്ളൂ. അത് കറക്റ്റ്. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അത് ടോണി പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ റോയ് മോനെ, എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, നാളെ തന്നെ ഇന്റർവ്യൂ നടത്തി ആളിനെ എടുക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ റെഡി. അങ്ങനെ നീ റെഡി ആവണ്ട. ഇന്റർവ്യൂവിന് ഞാനും സണ്ണിച്ചായനും മാത്രം മതി. സണ്ണിച്ചായ ഞാനും കൂടെ. എടേ റോയ് മോനെ, എടേ സണ്ണിച്ചായ പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. കോഴിക്ക് കുറുക്കൻ, അതല്ലേ പ്രമാണം. അതാവണമടാ പ്രമാണം. എന്താ നീ വിളിച്ചത്? എടാ ടോണി, നീ അവനെ എടാന്ന് വിളിക്കാനും മാത്രം ഒന്നും വളർന്നിട്ടില്ല കേട്ടാ. അതാവുമ്പോ ഞാൻ പറയാം, നിന്നോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ എന്നും പറഞ്ഞ് ഈ പരിപാടിക്കൊന്നും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടല്ലേ.
റോയ്മോൻ തന്നെടാ. അല്ലടാ മോനെ. എന്തൊരൊരുമ. ഞാൻ കാരണം ഇപ്പൊ രണ്ടുപേരും കൂടെ കണ്ടു. അതെ, അതെനിക്കറിയായിരുന്നു. അതെന്തിനാന്ന് കൂടി അറിഞ്ഞിട്ട് വേണം ബാക്കി. ട്ടാ, പുള്ളേ ടോണി. ഒന്നേ എന്തിനാണാവോ ദൈവം. മേടേ